വയനാട്ടിലുള്ള കാരാപ്പുഴ ഡാമും അതിനോട് ചേർന്നിട്ടുള്ള ഗാർഡനും പാർക്കും ഒക്കെ കണ്ടിട്ടുണ്ടോ? നമ്മളിന്ന് പോകുന്നത് കാരാപ്പുഴ ഡാമിലേക്കാണ് കേട്ടോ. പോകുന്ന വഴികളൊക്കെ കാണാൻ അടിപൊളിയാണ്. വയലും ഇത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ. ഞങ്ങൾ സ്കൂട്ടറിലാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ആരോ വഴി ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വഴി തെറ്റിപ്പോയി. അങ്ങനെയാണ് ഈ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റിയതേ. അങ്ങനെ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞിട്ട് നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ ആയിട്ടാണ് കേട്ടോ എത്തിയത്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കാണുമ്പോൾ ദൂരെ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ അതിലെ ചുറ്റി തിരിഞ്ഞ് ഇങ്ങനെ ശരിക്കുള്ള വഴിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. റോഡ് ഫുള്ള് പാർക്കിംഗ് ആണ്, നല്ല തിരക്കാണെന്ന് തോന്നുന്നു. ഇവിടെ എപ്പോഴും തിരക്ക് തന്നെയായിരിക്കും കേട്ടോ. പേ പാർക്കിങ്ങും എല്ലാ പാർക്കിങ്ങുകളും ഉണ്ട്. എന്നിട്ടും റോഡിലൊക്കെ ആൾക്കാർ വണ്ടികൾ വെക്കും. 1-2 വർഷം മുന്നേ വന്നപ്പോൾ ഉള്ള പോലെയല്ല ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി. ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ എൻട്രൻസ് ഒക്കെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഇപ്പോൾ എത്ര ആളുകൾ വന്നാലും നമുക്ക് അത്രമാത്രം തിരക്ക് അനുഭവപ്പെടില്ല കേട്ടോ. അത്രയും സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ. ഇനി ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാം. നമുക്കിങ്ങനെ മെല്ലെ ഡാം സൈറ്റിൻ്റെ അവിടേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഡാമിനെ കുറിച്ചുള്ള വിശദമായ വിവരണമാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്.
ഞാൻ വന്ന സമയത്ത് വെള്ളം ഒക്കെ ഇല്ലാത്ത സമയം, വെക്കേഷൻ സമയത്തായിരുന്നു കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തീരെ വെള്ളം ഇല്ലാത്തത്. ആ ദൂരെ കാണുന്നത് ഫാൻറ്റം റോക്കാണ് കേട്ടോ. വയനാട്ടിൽ വരുന്നവരാരും തന്നെ കാരാപ്പുഴ വിസിറ്റ് ചെയ്യാതെ പോവാറില്ല. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അവിടെ എത്തുന്നതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു വഴിയിൽ കൂടിയാണ് അങ്ങോട്ട് പോവുക. രണ്ട് ഭാഗത്ത് വയലിൻ്റെ നടുക്ക് കൂടിയൊരു റോഡ്. ഇത് തന്നെ കാണുമ്പോൾ തന്നെ ഭംഗിയാണേ. ഇനി കാരാപ്പുഴ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വയനാട്ടിൽ വരുമ്പോൾ അടുത്ത പ്രാവശ്യം കാണുക. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം കേട്ടോ. എൻ്റെ ഈ ചാനലിൽ കൂടുതലും യാത്രകളും ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതാണ്. പിന്നെ കുക്കിങ്ങും വരാറുണ്ട്. ഒരു വ്ളോഗിംഗ് ആയിട്ടുള്ള ചാനലാണ്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.